ഹലോ നമസ്കാരം. എല്ലാവർക്കും ദ ഫ്രണ്ട്ലി എക്കണോമിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിയുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. സോ നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നാച്ചുറൽ സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആണ്. സോ അതിൽ 2 യൂണിറ്റുകൾ ഉണ്ട്. അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് The book Wealth of Nation is written by ആരാണ്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ആർതർ പിഗു, റോബിൻസൺ, റഗ്നർ നിക്സ്. ഓപ്ഷൻ എ ആഡം സ്മിത്ത് ആണ് അല്ലെ. ആഡം സ്മിത്തിന്റെ വർക്ക് ആണ് An Enquiry into the Nature and Causes of Wealth of Nations. അതാണ് ഈ ഒരു ബുക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. An Enquiry into the Nature and Causes of Wealth of Nation. അത് റിട്ടേൺ ചെയ്തത് വർഷം ഏതാണ്? 1776 ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ വെൽത്ത് ഓഫ് നാഷൻ ഈസ് റിട്ടേൺ ബൈ ആഡം സ്മിത്ത് ഇൻ 1776 ആണ്. ആ ഒരു ഇയർ കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends and scarce means which have alternative uses. എക്കണോമിക്സിന്റെ ഒരുപാട് ഡെഫിനിഷൻസ് നിങ്ങൾ കേട്ടുക. മെയിൻലി നമുക്ക് 4 ഡെഫിനിഷൻസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ 4 ഡെഫിനിഷൻസ്? വെൽത്ത് ഡെഫിനിഷൻ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, അതുപോലെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, പിന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ. ഇങ്ങനെ 4 മേജർ ഡെഫിനിഷൻസ് ഉണ്ട് അല്ലെ. ഇത് വെൽത്ത് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ആഡം സ്മിത്ത് ആണ് അല്ലെ. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ഏതാണ്? വെൽത്ത് ഡെഫിനിഷൻ ആണ്. സോ ആഡം സ്മിത്തിന്റെ എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ ആണെന്ന് പറയാം. വെൽഫെയർ ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ ആണ്. എന്താണ് ആഡം സ്മിത്ത് പറയുന്നത്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത് ഓൺലി എന്നുള്ളതാണ് ആഡം സ്മിത്ത് പറയുന്നത് അല്ലെ. എന്നാൽ വെൽത്ത് മാത്രമല്ല, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽഫെയർ, വെൽബീയിങ്ങിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ആൻഡ് അനദർ ഡെഫിനിഷൻ ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ആരാണ് ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ആ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പ്രകാരം എക്കണോമിക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്കണോമിക്സ് ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് അല്ലെ. റിസോഴ്സസ് ആണ്. എൻസ് എന്ന് പറയുമ്പോൾ വാണ്ട്സ് ആണ്. വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ്. സോ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ ലയണൽ റോബിൻസ്. ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് പോൾ സാമുവൽസന്റേതാണ് കേട്ടോ. സാമുവൽസൺ ആണ്. ഈസ് ഗിവൺ ബൈ സാമുവൽസൺ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഈസ് ഗിവൺ ബൈ. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ആശയം ആരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇസ് ജോയൽ ഡീൻ, ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്ത്, ലയണൽ റോബിൻസ്. ഇതിൽ ആരാണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ജോയൽ ഡീൻ. ഓപ്ഷൻ എ ആണ് കേട്ടോ. നെക്സ്റ്റ്, ദ നാച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഈസ് അല്ലെ. എന്താണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ബിസിനസ് എക്കണോമിക്സ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ബിസിനസ് ആൻഡ് എക്കണോമിക്സ് ആണ് അല്ലെ. ബിസിനസിന്റെയും എക്കണോമിക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് എക്കണോമിക് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ഇൻ ദി പ്രോസസ് ഓഫ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു? എക്കണോമിക് തിയറീസിന് എന്ത് ചെയ്യുന്നു? ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ എക്കണോമിക് തിയറീസിന് കൂടി എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം നമുക്ക് എന്താണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാല് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ എക്കണോമിക് തിയറീസ് അല്ലെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ്സിലെ പ്രോബ്ലംസ് പരിഹരിക്കുന്നത് എന്നതാണ് ബിസിനസ് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്.
എത്ര ക്വാണ്ടിറ്റി അല്ലെ, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് പ്രൈസിൽ അത് സോൾവ് ചെയ്യണം അല്ലെ, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എക്കണോമിക് തിയറീസിനെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് എക്കണോമിക്സിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കുമ്പോൾ ബിസിനസ് എക്കണോമിക്സ് എന്താണ്, ഒരുപാട് ഇല്ല, നാച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ നോക്കൂ. നാച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിസിനസ് എക്കണോമിക്സ് എന്താണ്, ഒരു സയൻസ് ആണ്. യെസ്, ബിസിനസ് എക്കണോമിക്സ് ഈസ് എ സയൻസ് ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് അല്ലെ. ബിസിനസ് എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ്, ശരിയാണ്. ആൻഡ് ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് എലമെന്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക്സ് ആണ്, ബട്ട് ഇറ്റ് ഇൻകോർപ്പറേറ്റ് ഓർ കൺസിഡർ ദി മാക്രോ എക്കണോമിക് അനാലിസിസ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ട് കൂടിയാണ്. ഇറ്റ്സ് എ സയൻസ് ആൻഡ് ഈസ് ഓൾസോ ആൻ ആർട്ട്. ബിസിനസ് എക്കണോമിക്സ് ലാർജ്ലി യൂസസ് ദ തിയറി ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസ്. മാർക്കറ്റ് തിയറീസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രാഗ്മാറ്റിക് ഇൻ അപ്രോച്ച് ആണ്, അതായത് പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ്, പ്രാക്ടിക്കൽ ഇൻ അപ്രോച്ച്. ആൻഡ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ് അല്ലെ, ഇന്റർ ഡിസിപ്ലിനറി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ജനറലി നോർമേറ്റീവ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയാം. ഇൻ നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്, ദിസ് ഫോക്കസ് ഓൺ നോർമേറ്റീവ് ഓർ പ്രിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയാം. വാട്ട് ഷുഡ് ബി അല്ലെ വാട്ട് ഓട്ട് ടു ബി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, എന്തായിരിക്കണം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൊവൈഡ് എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് തരത്തിലുണ്ട് അല്ലെ. മോഡേൺ എക്കണോമിക്സിന് നോർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ നോർമേറ്റീവ് എന്ന് പറഞ്ഞിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എക്കോണമിയിൽ ജസ്റ്റ് ആക്ച്വൽ റിയൽ ഡാറ്റയുടെ ബേസിൽ അല്ലെ ഫാക്ട്സിന്റെ ബേസിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ എന്താണ് എന്നുള്ള ഒരു കാര്യം പറയുന്നത്, വാട്ട് ഈസ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദി എക്കോണമി എന്നുള്ളതാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ്, ബേസ്ഡ് ഓൺ റിയൽ വേൾഡ് ഡാറ്റേനെയും എവിഡൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. എന്നാൽ നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, വാട്ട് ഓട്ട് ടു ബി ഓർ വാട്ട് ഷുഡ് ബി, വാല്യൂ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെ ഒപ്പീനിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, നാച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഈസ് സയൻസ് ആണ്, ഇൻകോർപ്പറേറ്റ് എലമെന്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഇന്റർ ഡിസിപ്ലിനറി നാച്ചർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഓൾ ദി അബവ്, ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നോർമേറ്റീവ് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോർമേറ്റീവ് എക്കണോമിക്സ് ഇൻവോൾവ്സ്, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ, അതായത് എന്തായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ് അല്ലെ ഒപ്പീനിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നു പെട്രോളിന്റെ പ്രൈസ് കൂടുന്നുണ്ട് എന്ന് പറയുന്നു അല്ലെ. പ്രൈസ് ഓഫ് പെട്രോൾ എന്ന് പറയുന്നത്, പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഡിമാൻഡ് ഫോർ പെട്രോൾ എന്ന് പറയുന്നത് എന്താണ്, ദ ഡിമാൻഡ് ഫോർ പെട്രോൾ ഡിക്രീസ് അല്ലെ. പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ്, ദ ഡിമാൻഡ് ഫോർ പെട്രോൾ എന്ത് ചെയ്യും, കുറയും. സോ ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ്, ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഷുഡ് റെഡ്യൂസ് പെട്രോൾ ടാക്സ് കുറക്കണം എന്നുള്ളതാണ്. ഇതാണ് എന്ത് പറയുന്നത്, എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, ഒരു പ്രശ്നമുണ്ട് അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ് പെട്രോൾ ടാക്സ് ടു എൻകറേജ് കാർ സെയിൽസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിന്റെ സെയിൽസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒപ്പീനിയൻസിനെ വാല്യൂ ജഡ്ജ്മെന്റ്സിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്തായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഗവൺമെന്റ് ഷുഡ് റെഡ്യൂസ് പെട്രോൾ പ്രൈസ്. ജസ്റ്റ് ആ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് കൂടി അവിടെ പറയും. സോ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻവോൾവ്സ് വാല്യൂ ജഡ്ജ്മെന്റ്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, ഡിറ്റർമൈനിങ് ദ പ്രൈസ്. നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ അല്ലെ, വാല്യൂ ജഡ്ജ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പോസിറ്റീവ് എക്കണോമിക്സ് മീൻസ്, എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് ഇന്ററാക്ഷൻസ്,
only look at the best parts of the economy, examine how the economy works as opposed to how it should work, is very subjective. ഏതാണ്? സി ആണല്ലേ. എന്താ ചെയ്യുന്നത്? ഒരു എക്കോണമി റിയൽ ഡാറ്റയുടെ ബേസിൽ അല്ലെ ഫാക്ട്സിന്റെ ബേസിൽ എന്താണ് എന്നുള്ളത് മാത്രമാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി എക്കോണമി, അല്ലെ എന്താണ് എക്കോണമിയിലുള്ളത്, അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് എക്കണോമിക്സ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, പെട്രോളിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, സോ അതൊരു പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ജസ്റ്റ് പെട്രോൾ പ്രൈസ് ഇൻക്രീസ്. അതായത് എക്കണോമിക് സിറ്റുവേഷൻ എന്താണോ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു വിത്തൗട്ട് സജസ്റ്റിംഗ് എനി അതിന്റെ ഒരു മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒന്നും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസ്ക്രൈബ് ദ എക്കണോമിക് സിറ്റുവേഷൻ വിത്തൗട്ട് സജസ്റ്റിംഗ് എനി സൊല്യൂഷൻ എന്നുള്ളതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. സോ ഇറ്റ് എക്സാമിൻ ഹൗ ദ എക്കോണമി വർക്ക്സ്, എങ്ങനെയാണ് എക്കോണമി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് എക്സാമിൻ ചെയ്യുന്നു. ആസ് ഓപ്പോസിറ്റ് ടു ഹൗ ഇറ്റ് ഷുഡ് വർക്ക്, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെതിരായിട്ട് അല്ലെ. സോ അതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിന്റെ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. നമുക്കറിയാം അല്ലെ, ഇത് മൂന്നുമാണ് എന്ത് ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം. ഓൾ ദി അബവ് വരും. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. ലേബർ ഇന്റൻസീവ് ആണോ അതോ ക്യാപിറ്റൽ ഇന്റൻസീവ് യൂസ് ചെയ്തുകൊണ്ടാണോ? മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഹൗ ടു പ്രൊഡ്യൂസ് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഈസ് റിലേറ്റഡ് ടു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. സോ ദീസ് ത്രീ ആർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഈ ഒരു 3 സെൻട്രൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് എമേർജ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? റീസൺ ഫോർ അറൈസിങ് എക്കണോമിക് പ്രോബ്ലം അല്ലെ. എക്കണോമിക് പ്രോബ്ലം അറൈസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ് അല്ലെ. ഹ്യൂമൻ വാണ്ട്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. റിസോഴ്സസ് എന്താണ്? സ്കെയേഴ്സ് ആണ് അല്ലെ. സ്കെയേഴ്സ് റിസോഴ്സസ്. റിസോഴ്സസ് ആർ സ്കെയേഴ്സ്. മാത്രല്ല റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് അല്ലെ. റിസോഴ്സസിന് എന്തുണ്ട്? അതർ യൂസസ് ഉണ്ട് എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് യൂസസ്. സോ ഹ്യൂമൻ വാണ്ട്സ്, അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, സ്കെയേഴ്സ് റിസോഴ്സസ് ആൻഡ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഈ 3 കാര്യങ്ങളാണ് എക്കണോമിക് പ്രോബ്ലം എറൈസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. എക്കണോമിക് പ്രോബ്ലം എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹിം ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് ഈസ് കൺസേൺ വിത്ത് വെൽഫെയർ പ്രപ്പോസിഷൻ. നോർമേറ്റീവ് എക്കണോമിക്സ്, പോസിറ്റീവ് എക്കണോമിക്സ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. വെൽഫെയർ കൂടി കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെ ഏതാണ്? ഇസ് ഒബ്വിയസ്ലി എന്താണ്? നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൈക്രോ എക്കണോമിക്സ് ഡീൽസ് പ്രൈമർലി വിത്ത്. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ? ഏതാണ് വരിക? ഡി ആണല്ലേ, ഓപ്ഷൻ ഡി. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയം അപ്രോച്ച് ആണ്. കമ്പാരിറ്റീവ് സ്റ്റാറ്റിക്സ്, പാർഷ്യൽ ഇക്വിലിബ്രിയം ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൈക്രോ എക്കണോമിക്സ് പാർഷ്യൽ ഇക്വിലിബ്രിയവും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ഇക്വിലിബ്രിയം അപ്രോച്ചും ആണ്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ എന്താണ്? ഒരു സിംഗിൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ ആണ് എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് അവിടെ എക്സാമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാക്രോ എക്കണോമിക്സ് ഈസ് ഡീൽസ് വിത്ത് ജനറൽ ഇക്വിലിബ്രിയം ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സാറ റൺസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. സാറ റൺസ് എ ലെമണേഡ് സ്റ്റാൾ. Her decision-making process involves assessing the demand for her lemonade. പിന്നെന്താ ചെയ്യുന്നത്? Pricing strategies and maximizing her profit within the limited scope of her small business. Which level of the
വിച്ച് ലെവൽ ഓഫ് ദ എക്കോണമി ഡസ് സാറാസ് ലെമണേഡ് സ്റ്റാൾ റെപ്രസെന്റ്? അല്ലെ, സാറ ഒരു ലെമണേഡ് സ്റ്റാൾ നടത്തുന്നുണ്ട്. ഇതൊരു സ്മോൾ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് ആണ്. സാറയുടെ ഒരു സ്മോൾ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് ആണ്. അവിടെ എന്തൊക്കെ ഡിസിഷനാണ് എടുക്കേണ്ടത്? അനലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിമാൻഡ് ഫോർ ഹർ ലെമണേഡ്, അതുപോലെ അതിന്റെ പ്രൈസിങ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലെ. സോ ഇതൊരു ഇൻഡിവിജ്വൽ സ്മോൾ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ് റെപ്രസെന്റ് ചെയ്യുന്ന എക്കോണമി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ലെ, മൈക്രോ എക്കണോമി ആണ്, മൈക്രോ എക്കണോമിക്സ് ആണ് അല്ലെ. മൈക്രോ എക്കോണമിയെ ആണ് ഇവിടെ ഈ ഒരു ബിസിനസ് യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം എക്കണോമിക്സിനെ നമ്മൾ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മൈക്രോയും മാക്രോയും. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് യൂണിറ്റുകളാണ് അല്ലെ. നാഷണൽ ഇൻകത്തിന്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് മാക്രോ എക്കോണമിയിൽ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ MCQs ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് ബൈ ഫ്രണ്ട്ലി എക്കണോമിസ്റ്റ്.